ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റിലുള്ള അൽഫാം ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് സാധാരണ അടുപ്പിൽ വെച്ചിട്ട് ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓവൺ ഉള്ളവർക്ക് ഓവണിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്ത് എടുക്കാം. അതുപോലെ തന്നെ ഫ്രൈങ് പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഈ ഒരു സെയിം മാരിനേഷനിൽ. അപ്പോൾ ഞാനിത് ചെയ്യാനായിട്ട് ഇവിടെ 3 ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറഞ്ഞ അളവിലാണെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറഞ്ഞ അളവിലെടുത്താൽ മതി. അപ്പോൾ ഒരു 3 ചിക്കനായിട്ട് ഇവിടെ ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു കൈപ്പിടിയിൽ പുതിനയില, പിന്നെ 3 വെളുത്തുള്ളി, ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ കണ്ടില്ലേ, ഞാനിവിടെ ഒരു ചിക്കനെ 4 ആയിട്ട് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ്റെ വലിപ്പവും നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക. അതിന് ശേഷം ഈ ചിക്കൻ പീസസ് നന്നായിട്ട് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. കാരണം നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ മാരിനേഷൻ ചെയ്ത് വെക്കുന്ന സമയത്ത് നന്നായിട്ട് ഇതിൻ്റെ അകത്ത് ഉപ്പും അതുപോലെ പുളിയും എരിവൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചു വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ കത്തി വെച്ച് വരഞ്ഞു കൊടുക്കുക. അതുപോലെ നന്നായിട്ട് കത്തീനെ കൊണ്ട് കുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഫ്ലഷുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ ഇതുപോലെ കുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു മസാലയുടെ എരിവും പുളിയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് പിടിച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കന് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ മുഴുവൻ ചിക്കൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ചിക്കൻ നിങ്ങൾ കഴുകിയെടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വെള്ളം പോകാനായിട്ട് ഒരു മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു അരിപ്പയിലിട്ട് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വെള്ളം പോയിക്കോളും. അങ്ങനെ വേണം നമ്മൾ അതിന് ശേഷം വേണം മാരിനേഷൻ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത വെളുത്തുള്ളി 3 വെളുത്തുള്ളി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഒരു ഇഞ്ചി ചെറിയ പീസായിട്ട് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 4 പച്ചമുളക്. അപ്പോൾ പച്ചമുളക് കൂടാതെ നമ്മൾ ഇതിൽ വറ്റൽമുളകും കുരുമുളകും കൂടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് 4 പച്ചമുളക് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ പുതിന ഇല കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഒന്നങ്ങ് നന്നായിട്ട് അരഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പുളിരസത്തിനായിട്ട് ചെറുനാരങ്ങയാണ് ചേർക്കുന്നത്. ഞാൻ ഇവിടെ ഒരു 3 ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. കുരു പെടാതെ നമ്മൾ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ ചെറുനാരങ്ങ നീരിന് പകരം തൈര് വേണമെങ്കിൽ എടുക്കാം, അതുപോലെ വിനാഗിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് മാരിനേഷനായിട്ട് നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് മാരിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു മാരിനേഷനാണ് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ പീസിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ 2 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള നമ്മൾ അൽഫാം ചിക്കനൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് നേരം മുമ്പ് തന്നെ മാരിനേഷൻ ചെയ്യുക. ഇപ്പം നമ്മൾ രാത്രിക്കൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ ഇതുപോലെ മാരിനേഷൻ ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. പറ്റുമെങ്കിൽ നമ്മൾ ഒരു ദിവസം തലേദിവസം രാത്രി തന്നെ ചെയ്തിട്ട് നമ്മൾ ഉച്ചക്കൊക്കെ ആണെങ്കിൽ തലേദിവസം രാത്രി തന്നെ ഇതുപോലെ മാരിനേഷൻ ചെയ്ത് വെക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം ഞാൻ 2 മണിക്കൂറിന് ശേഷമാണ് അടുത്ത കോട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി. ഇപ്പോൾ 2 മണിക്കൂർ ആവാറായി. അപ്പോൾ നമുക്ക് ചെറിയൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം നല്ല ജീരകം. ഇതിപ്പോൾ ഞാനിവിടെ 3 ചിക്കൻ ആയതുകൊണ്ടാണ് ഇത്രയും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിക്കൻ അളവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് മസാലപ്പൊടി തയ്യാറാക്കിയാൽ മതി. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് പെരുംജീരകം, ഒരു 3-4 ഏലക്കയും 3-4 ഗ്രാമ്പൂവും ചേർത്തിട്ടുണ്ട്. ഒരു 2 പീസ് പട്ട ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കുരുമുളക്, അതുപോലെ ഒരു 20ഓളം വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ ഈ ഒരു അൽഫാം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എരിവൊക്കെ നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് വറുത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി അതുപോലെ ഒരു സവാളയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ സവാള ഇടുമ്പോൾ ഒരിക്കലും ഒരുപാട് സവാള നിങ്ങൾ ചേർക്കരുത്. കാരണം അപ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ 3 ചിക്കൻ ആയതുകൊണ്ടാണ് ഞാൻ ഒരു മീഡിയം സൈസ് സവാള ഇട്ടത്. അതുപോലെ തന്നെ ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച്
മല്ലിയില കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പുതിനയിലയാണ് ചേർത്തത്. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കരുത്. നമ്മുടെ തക്കാളിയിലും അതുപോലെ സവാളയിലുള്ള വെള്ളത്തിൽ ഇത് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് വരും. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചിക്കനിലേക്ക് ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഓയിൽ കൂടി നന്നായിട്ടൊന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, കുറച്ചൊന്ന് കളർ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതുപോലെ ഫുഡ് കളർ താല്പര്യമുള്ളവർക്ക് ഫുഡ് കളർ ചേർക്കാം. ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെഡ് ഫുഡ് കളറൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ മസാലയിലെ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് നോക്കുക. അതിനുശേഷം ഉപ്പൊക്കെ പാകത്തിനാണെങ്കിൽ കുറച്ച് ഓയിൽ കൂടി നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെക്കുകയാണ്. ഏകദേശം ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈം ഉണ്ട് അതിനനുസരിച്ച് വെക്കുക. ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം അല്ലെങ്കിൽ ഇത് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 6 മണിക്കൂറിനൊക്കെ ശേഷം നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സ്റ്റാൻഡിൽ നന്നായിട്ട് തന്നെ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം. കാരണം നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ചിക്കൻ പീസൊക്കെ നമുക്ക് വെന്ത് വരുമ്പോൾ കുറച്ച് ഈ ഒരു ഗ്രില്ലിൽ നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നത്. ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് മുമ്പേ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് വേണം നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് സ്റ്റാൻഡിലേക്ക് വെക്കാനും മുമ്പായിട്ട് ഞാൻ ഇവിടെ കനൽ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചാർക്കോൾ വാങ്ങിച്ചിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ചാർക്കോൾ വാങ്ങിക്കാൻ കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ വിറക് കത്തിച്ചെടുത്തിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ കനലാക്കിയിട്ട്, അപ്പോൾ ചിരട്ട കത്തിച്ചിട്ട് കനലാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഈ ഒരു ഗ്രില്ലിൻ്റെ സ്റ്റാൻഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു 6 പീസ് വെച്ചിട്ടാണ് ഫസ്റ്റിലത്തെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് സൈഡിലേക്ക് വെക്കാതെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെക്കുക. കാരണം നമ്മൾ സൈഡിൽ വിറകടുപ്പിൻ്റെ കല്ലൊക്കെ വരും. അപ്പോൾ അവിടെ നമുക്ക് ചൂട് തട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ വെക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഇതിൻ്റെ ക്ലിപ്പ് ഇട്ടിട്ട് നമുക്ക് കനലൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തീയൊക്കെ അണഞ്ഞ് അത് കനലായിട്ട് വന്ന സമയത്താണ് നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഓവനിൽ ഗ്രില്ലിങ്ങിൻ്റെ ഓപ്ഷനൊക്കെ ഉള്ളവർ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കനലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കനലിൽ വെക്കുന്ന സമയത്ത് എല്ലാ വശത്തും ഒരുപോലെ കനലെത്തിയിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ മറ്റേ സൈഡിലേക്ക് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്ക് നമ്മൾ തിരിച്ച് മറിച്ച് ഇടുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. അതുപോലെ ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്പൈസിയാണ്. അപ്പോൾ നമ്മുടെ അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഷോപ്പിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അൽഫാം ചിക്കനൊക്കെ വീട്ടിലുണ്ടാക്കാൻ താല്പര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഈ റെസിപ്പി ഫോളോ ചെയ്തൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഇതാണ്, അതായത് ഹമ്മൂസും കുബൂസും പിന്നെ കേരള പൊറോട്ടയും മയോണൈസുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മയോണൈസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോൻ്റെ താഴെ ഇതുപോലെ ചുവന്ന നിറത്തിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെല്ലിൻ്റെ ഓപ്ഷനിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്